UDF വിപുലീകരണം തുടക്കത്തിലെ പാളിയതിൽ മുന്നണിയിലും കോൺഗ്രസിലും അതൃപ്തി. രൂക്ഷ വിമർശനവുമായി മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. UDFനെ വഴിയമ്പലമായി കാണരുതെന്നും PV അൻവർ സംയമനം പാലിക്കണമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. മുന്നണി വിപുലീകരിച്ച് ഒറ്റക്കെട്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. പക്ഷേ NDA സഖ്യകക്ഷി നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ മുന്നണിയിൽ എടുക്കാനുള്ള തീരുമാനം തുടക്കത്തിലെ പാളി. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ ക്ഷണം തള്ളിയതോടെ VD സതീശൻ വെട്ടിലായി. സതീശനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പാർട്ടിയിൽ ഉയരുന്നത്. PV അൻവറിനെയും വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും മുന്നണിയിൽ എടുക്കാനുള്ള തീരുമാനത്തെ മുല്ലപ്പള്ളി അടക്കം വിമർശിച്ചു. മറ്റൊരു പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് വെട്ടിത്തുറന്ന് പറയാം. പക്ഷേ ഐക്യജനാധിപത്യ കക്ഷിയിലൊക്കെ തന്നെ വരുമ്പോൾ അതിനൊക്കെ തന്നെ ഒരു സംയമനം വേണം. ഒരു പാർട്ടി മര്യാദയും അച്ചടക്കമൊക്കെ ഉണ്ട്. അച്ചടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത്. എനിക്ക് ആ പാർട്ടിയെക്കുറിച്ച് അറിയ പോലുമില്ല. ആരാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന കാര്യമൊന്നും എനിക്കറിയില്ല. കൂടിയാലോചനയില്ലാത്ത സതീശന്റെ ഏകപക്ഷീയമായ നിലപാടുകളിൽ മുതിർന്ന നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. താൻ ഇപ്പോഴും RSS എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നേതാവിനെ UDFൽ ഉൾപ്പെടുത്തുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയ PV അൻവർ UDFൽ ഇടം പിടിക്കുന്നു. അധികാരത്തിനായി ആരുമായും ഒത്തുതീർപ്പിലെത്താമെന്ന VD സതീശന്റെ നിലപാടിനെയാണ് മുതിർന്ന നേതാക്കൾ എതിർക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.